കാടിനെയും അവിടുത്തെ ജനങ്ങളെയും എപ്പോഴെല്ലാം അധികാരത്തിലിരിക്കുന്നവർ ദ്രോഹിക്കുന്നുവോ അപ്പോഴെല്ലാം വരാഹമൂർത്തിയുടെ പഞ്ചുരുളിയും ഗുളികനും രക്ഷകരായി അവതരിക്കുമെന്ന് കാണിച്ചുകൊണ്ടാണ് കാന്താര അവസാനിച്ചത്. ശിവ മാഞ്ഞുപോയ സ്ഥലത്ത് വെച്ച് അവന്റെ മകൻ ആ സ്ഥലത്തിന്റെ ചരിത്രം അന്വേഷിക്കുന്നിടത്താണ് ചാപ്റ്റർ 1 ആരംഭിക്കുന്നത്. ശിവയും അവന്റെ പൂർവികരും മറഞ്ഞുപോയ സ്ഥലത്തിന് എങ്ങനെ ആ ശക്തി കിട്ടിയെന്ന് പറയുന്നിടത്താണ് ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്. 2.25 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള സിനിമയുടെ ആദ്യ പകുതിയിൽ ഏറിയ പങ്കും അധികം സംഭവ വികാസങ്ങളില്ലാതെയാണ് പോകുന്നത്. ബാങ്കര എന്ന നാട്ടുരാജ്യത്തിന്റെ കാഴ്ചകൾ മികച്ചതായിരുന്നെങ്കിലും കഥയോട് വലിയ കണക്ഷൻ തോന്നിയിരുന്നില്ല. എന്നാൽ പ്രീ ഇന്റർവെൽ സീനിൽ ചെറിയൊരു തീപ്പൊരിയിട്ട് തുടങ്ങിയത് വല്ലാതെ ഇഷ്ടപ്പെട്ടു. തുടർന്ന് വരുന്ന ആക്ഷൻ രംഗവും കൂടിയായപ്പോൾ ഫുൾ ചാർജ് ആയെന്ന് പറയാം. രണ്ടാം പകുതി മുഴുവൻ കാട്ടുതീയായിരിക്കുമെന്ന സൂചനയായിരുന്നു ഇന്റർവെൽ സീൻ എന്ന് പിന്നീട് മനസ്സിലായി. കാന്താരയെ ഓർമ്മിപ്പിക്കുന്ന ഒരു എലവേഷൻ സീൻ രണ്ടാം പകുതിയെ മറ്റൊരു തലത്തിലെത്തിച്ചു. അവിടം കൊണ്ടും തീരാതെ കാട്ടുതീയെ ആളിക്കത്തിച്ച അവസാനത്തെ അരമണിക്കൂറിന്റെ തിയേറ്റർ എക്സ്പീരിയൻസ് വർണ്ണിക്കാൻ വാക്കുകളില്ല. ഗുളികനും പഞ്ചുരുളിക്കുമൊപ്പം മറ്റൊരു ഭൂതഗണത്തെയും കാണിച്ച ക്ലൈമാക്സും അടുത്ത ഭാഗത്തിന് ലീഡ് നൽകി അവസാനിപ്പിച്ച ടെയിലൻഡും കൂടി ആയപ്പോൾ ഈ വർഷത്തെ ഏറ്റവും മികച്ച സിനിമാനുഭവമായി കാന്താര ചാപ്റ്റർ 1 മാറി. വെറും ഭക്തി മാത്രം വെച്ച് മാർക്കറ്റ് ചെയ്ത് ശക്തമായ രാഷ്ട്രീയത്തെയും ചിത്രം പറഞ്ഞു വെക്കുന്നുണ്ട്. കാട്ടിൽ ജീവിക്കുന്നവർ രാജാവിന്റെ കുതിരയെ തൊടാൻ പാടില്ലെന്ന് പറയുമ്പോൾ അങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് ജീവിതത്തിലൊന്നും തൊടാനാകില്ല എന്ന ഡയലോഗ് പറയുന്നത് വളരെ ഇഷ്ടമായി. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യവും ചിത്രം പറഞ്ഞു വെക്കുന്നുണ്ട്. ദൈവത്തെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞു വരുന്ന രാജാക്കന്മാരുടെ ലക്ഷ്യം സാധാരണക്കാരുടെ അവകാശങ്ങൾ ലംഘിക്കാനും അവരുടെ ജീവിതം എന്നും രാജാവിന്റെ കാഴ്ചയിലായിരിക്കണമെന്ന ചിന്തയുമാണെന്നും ചാപ്റ്റർ 1 പറയുന്നുണ്ട്. ആദ്യ ഭാഗത്തിൽ ബോഡി ഷേമിംഗ് സീനുകളും സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്തതുമെല്ലാം വിമർശനം നേരിട്ടിരുന്നു. എന്നാൽ ചാപ്റ്റർ 1 അതിന് ചിത്രം തിരുത്തിയിട്ടുണ്ട്. ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും ഋഷഭ് ഷെട്ടിയുടെ അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു കാണാൻ സാധിച്ചത്. 1000-ലധികം ആർട്ടിസ്റ്റുകളെ അണിനിരത്തി ഒരുക്കിയ ചിത്രത്തിന്റെ ഓരോ ഫ്രെയിമിലും പെർഫെക്ഷൻ കൊണ്ടുവരാൻ ഋഷഭിന് കഴിഞ്ഞിട്ടുണ്ട്. യുദ്ധരംഗത്തിന്റെ മേക്കിംഗ്, സെറ്റുകളുടെ നിർമ്മാണമെല്ലാം 100-ൽ 100 മാർക്ക് കൊടുക്കേണ്ടവയാണ്. അഭിനയത്തിന്റെ കാര്യത്തിലും ഋഷഭ് പിന്നോട്ട് പോയിട്ടില്ല. ഒരു യോദ്ധാവിന്റെ മെയ്വഴക്കവും കരുത്തുമെല്ലാം ആദ്യാവസാനം ഋഷഭിൽ ഭദ്രമായിരുന്നു. സെക്കൻഡ് ഹാഫിലെ പെർഫോമൻസ് എല്ലാം ഗംഭീരമെന്നേ പറയാനുള്ളൂ. ഷെട്ടി ഗ്യാങ്ങിലെ മൂന്നാമൻ ഇത്തവണയും ഞെട്ടിച്ചിട്ടുണ്ട്. നായികയെത്തിയ രുക്മിണി വസന്തിനെ ഐ ക്യാൻഡി ക്യാരക്ടറാക്കാതെ നിർത്തിയതിന് പ്രത്യേക കയ്യടി. കരിയർ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് രുക്മിണി ചാപ്റ്റർ 1 കാഴ്ചവെച്ചത്. പാൻ ഇന്ത്യൻ സെൻസേഷനായി മാറാൻ ഈ ചിത്രത്തിലൂടെ രുക്മിണിക്ക് സാധിക്കുമെന്ന് ഉറപ്പാണ്. അന്യഭാഷയിൽ പോയി കോമാളി റോൾ മാത്രം ചെയ്യുന്ന നടനെന്ന ചീത്തപ്പേര് കാന്താര ചാപ്റ്റർ 1 ജയറാം മാറ്റിയെടുത്തിട്ടുണ്ട്. വിജയേന്ദ്ര വർമ്മയായി അപാര പ്രകടനം തന്നെയായിരുന്നു ജയറാം. കഥാപാത്രത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ സ്പോയിലർ ആയേക്കും. ഗുൽഷൻ ദേവയ്യയുടെ കുലശേഖര എന്ന കഥാപാത്രവും മികച്ചതായിരുന്നു. അജനേഷ് ലോകനാഥ് സിനിമയെ ഒരിടത്തും ഡൗണാക്കാതെ ആദ്യാവസാനം താങ്ങി നിർത്തിയവരിൽ അജനേഷും മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആദ്യ ഭാഗത്തിലെ ചില സ്കോറുകൾ വീണ്ടും കൊണ്ടുവന്ന് രോമാഞ്ചമുണ്ടാക്കാനും പുതിയ ചില ഗംഭീര സ്കോറുകൾ നൽകി സിനിമയെ മറ്റൊരു തലത്തിലെത്തിക്കാനും അജനേഷിന് സാധിച്ചിട്ടുണ്ട്. അരവിന്ദ് കശ്യപിന്റെ ഛായാഗ്രഹണവും ബംഗ്ലാന്റെ പ്രൊഡക്ഷൻ ഡിസൈനും മാക്സിമം ഔട്ട്പുട്ട് നൽകിയിട്ടുണ്ട്. നിർമ്മാതാക്കൾ ചെലവാക്കിയ ബജറ്റിന്റെ എല്ലാ പ്രൗഢിയും ചിത്രത്തിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എടുത്തറിയുന്നുണ്ടായിരുന്നു. റെഡ് ചില്ലീസ് ഒരുക്കിയ VFX ബ്രഹ്മാണ്ഡമെന്നല്ലാതെ പറയാൻ കഴിയില്ല. ടൈഗർ സീൻ, ബ്രഹ്മരക്ഷസ്, വരാഹമൂർത്തി എന്നീ സീനുകളിൽ ഗ്രാഫിക്സ് ക്വാളിറ്റി എടുത്തറിയാനുണ്ടായിരുന്നു. ആദ്യ ഭാഗം പോലും മര്യാദയ്ക്ക് ചെയ്യാൻ കഴിയാത്ത ചില പാൻ ഇന്ത്യൻ സിനിമകളെല്ലാം കന്നഡ ഇൻഡസ്ട്രിയെ കണ്ടുപഠിക്കേണ്ടതുണ്ട്. ആദ്യ ഭാഗത്തേക്കാൾ മികച്ച രണ്ടാം ഭാഗം ഒരുക്കാൻ തങ്ങളല്ലാതെ മറ്റാരുമില്ലെന്ന് സാൻഡൽവുഡ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പഞ്ചുരുളിയുടെയും ഗുളികന്റെയും കഥ അവസാനിക്കുന്നില്ല. അവർ വീണ്ടും വരും.